എൻ്റെ പേര് മൃദുല എന്നാണ്. ഞാൻ നാട്ടിലെ പാലക്കാട്. എൻ്റെ പേര് അനശ്വര. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രം. എൻ്റെ പേര് റുക്സാന. ഞാൻ നാട്ടിൽ തൃപ്പൂണിത്തുറ. എൻ്റെ പേര് റിൻസി എന്നാണ്. ഞാൻ നാട്ടിൽ കണ്ണൂരിൽ നിന്നാണ്. അതിനുള്ളിൽ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടില്ല. I'm excited. One night വന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉപ്സ്, വളരെ നാടകീയമായ രംഗങ്ങളാണ് നമ്മുടെ മലയാളിയാണോ ഗെയിം ഷോയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത്. ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ 10 പേരെ എലിമിനേറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു റൗണ്ടിൽ നമുക്ക് ഒറ്റയടിക്ക് 6 പീപ്പിൾ, ഒരു ഗ്രൂപ്പ് തന്നെ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഗെയിമിൽ 11 പേർ എലിമിനേറ്റ് ആയി പോയിരിക്കുകയാണ്. ഗെയിം 2-ൽ 7 പേർ എലിമിനേറ്റ് ആയി. മുപ്പത്താറ് കണ്ടസ്റ്റൻസിൽ തുടങ്ങിയതാണ് നമ്മുടെ ഗെയിം ഷോ. അതിൽ ഹാഫ് ഓഫ് ദി പീപ്പിൾ എലിമിനേറ്റ് ആയി പോയിരിക്കുകയാണ്. ഇനി വെറും 18 കണ്ടസ്റ്റൻസ് മാത്രമാണ് ഇനി അങ്ങോട്ട് ഗെയിം കളിക്കാൻ പോകുന്നത്. So, welcome to the second episode of Malayaliano Game Show Season 1. ഇനി നടക്കപ്പോறது യുദ്ധം. See you on the floor. അടുത്തത് ഗെയിം 3. ഇത്രയും നേരം കണ്ടതുപോലെ ഈസി ഗെയിമല്ല, ഇനി കുറച്ച് ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് ഗെയിം. ഓക്കെ, റെഡി? ഞാൻ ഇപ്പോൾ ഗെയിമിൻ്റെ റൂൾ പറയാം. എല്ലാവർക്കും നമ്മൾ ഒരേ ടിഷ്യൂ ബോക്സ് വെച്ച് തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കയ്യിൽ ടിഷ്യൂ ബോക്സ് പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ടിഷ്യൂ ബോക്സിലുള്ള ടിഷ്യൂസ് ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് ടിഷ്യൂ ബോക്സ് എംപ്റ്റി ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ ടിഷ്യൂ വെച്ചിട്ട് വേണം വലിച്ചു വാരിയെടുക്കാൻ. ബണ്ടിലായിട്ട് കൈയിട്ട് വലിച്ചു വാരിയെടുക്കരുത്, ഫൗളാണ്. 2 കൈ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കയ്യിൽ ബോക്സ് പിടിക്കുക, ഒരു കയ്യിൽ നിന്ന് വലിച്ചൂരി ഏറ്റവും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വന്ന് ബസറടിക്കുക. ബസറടിക്കുന്ന ആൾക്കാരാണ് അകത്താവുള്ളൂ, ഒരാളല്ല ഇതിൻ്റെ അകത്ത് വിന്നർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 14 പേര് ഇന്നാവും, 18 പേരുണ്ട്, 4 പേര് ഔട്ടാവുന്നുള്ളൂ. ഓരോന്നായിട്ട് വലിച്ചൂരുക, ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞ് വന്ന് ആ ബോക്സ് കയ്യിലുണ്ടാവണേ, ബോക്സ് നമ്മൾ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ ആ ക്ലോസിങ് സംഭവമല്ലേ, അതൊന്ന് എല്ലാവരും കീറി വെച്ചോ. ഓക്കെ, ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചങ്ങ് പൊക്കി വെച്ച് എല്ലാവരും എടുക്കാൻ എളുപ്പത്തിന്. ഒരെണ്ണം ഇടുന്നുണ്ട്. കൈ അകത്തിടരുത്,
മേളിൽ നിന്ന് ഈ പൊങ്ങിയിരിക്കുന്നതെന്നാണ് വലിക്കാവുള്ളൂ. സോ നിങ്ങളെല്ലാരും റെഡിയല്ലേ? Are you ready for the next game? Ready? Start! തീരുന്നില്ലേ? തീരുന്നില്ലേ? ഓരോന്നായിട്ട് പോരട്ടെ. രണ്ടുപേര് ഫിനിഷ് ചെയ്തു. 3 4 5 6 7 8 9 10 11. ഇങ്ങനത്തെ ടഫ് ഗെയിംസ് അല്ലേ വേണം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ടഫ് വേണം, ഇതുപോലെ ടഫ് ആക്കണ്ടായിരുന്നു, ഇത്ര ടഫ് ആക്കണ്ടായിരുന്നു. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് രണ്ടുപേരും ആരെങ്കിലും ഒരാൾ 1000 പൗണ്ട് കൊണ്ടുപോകുന്നു വിചാരിച്ചു. ഞാൻ എല്ലാരെയും പോലെ എക്സൈറ്റഡ് ആണ്. 1000 പൗണ്ട്സ് വിൻ ചെയ്യാൻ നോക്കാം. പിന്നെ ഗെയിം സ്പിരിറ്റിലെടുക്കാം. അടുത്ത മലയാളിയാണ് ഗെയിമാണ് അടുത്ത. അത്രേ ഉള്ളൂ, അതാണ് നമുക്ക് വേണ്ടത്. പറ. ഭയങ്കര ടഫായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ, കാരണം അത് കിട്ടിയില്ല, ആ ഒരു സ്ലിപ്പ് വിട്ടുപോയി. റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഗെയിം ഷോ. ഇന്നത്തെ 1000 പൗണ്ട്സ് ഞങ്ങളുടെ കയ്യിൽ. ഇനിയും കൂടുതൽ ടഫ് ഗെയിംസ് വരട്ടെ. അടുത്ത പ്രാവശ്യം വന്ന ഉറപ്പായിട്ടും തീർച്ചയായും കപ്പെടുക്കും. അത്രേ ഉള്ളൂ, ആ സ്പിരിറ്റാണ്. അതെ, തീർച്ചയായും. താങ്ക് യു. എന്ത് പറയുന്നു? 1000 പൗണ്ട് കിട്ടാത്തതിൽ വിഷമമുണ്ട്? ഇല്ല, വീട്ടിൽ നിന്ന് ഒരുത്തിനും കൂടി വലിയ ഗ്യാഗായിട്ടാണ് വന്നേക്കണേ. ഇത് ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. ഓക്കെ, പോട്ടെ. സോ ഈ ഗെയിമിൽ നിങ്ങൾ 14 പേരുടെയും ഫ്രണ്ടിൽ ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ മേളിൽ ഒരു ക്യാൻ ഓഫ് ഡ്രിങ്കും ഇരിപ്പുണ്ട്. സോ ദ ഗെയിം ഈസ്, നിങ്ങൾ ഈ ക്യാൻ ഓപ്പൺ ചെയ്ത് ആവശ്യത്തിന് ഡ്രിങ്ക് മാത്രം കുടിച്ച് ക്യാൻ ഇങ്ങനെ സൈഡിലേക്ക് ചെരിച്ച് ടിൽറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗെയിം. ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാൻ ബാലൻസ് ആവാതെ വരും. കുറച്ചേ കുടിച്ചുള്ളെന്നുണ്ടെങ്കിൽ അപ്പോഴും ക്യാൻ ബാലൻസ് ആവത്തില്ല, ക്യാൻ മറിഞ്ഞു വീഴും. പുറത്തേക്ക് മറിഞ്ഞു വീഴുമ്പോൾ ഒരുപാട് ഡ്രിങ്ക് പുറത്തു പോയാൽ പിന്നെ ക്യാൻ ബാലൻസ് ആക്കാനും പറ്റില്ല. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും കെയർഫുൾ ആയിരിക്കണം. ഈ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുക, അത്രയും നേരം നിങ്ങളുടെ കൈ ഉണ്ടല്ലോ അവിടെ, നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കാമല്ലോ. വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈ വെക്കുക. ഫസ്റ്റ് കൈ വെക്കുന്ന 10 പേരെ നമ്മൾ ഇന്നാക്കും, നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകും. 4 പേരെ നമ്മൾ ഔട്ടാക്കുന്നുള്ളൂ. നിങ്ങൾ ഗെയിമിന് റെഡി? ആർ യു റെഡി ഫോർ ഗെയിം? ഗെയിം സ്റ്റാർട്ട്സ് നൗ. നിക്കോ വീഴരുത്, സൂക്ഷിച്ച കറക്റ്റ് ആയിരിക്കണം കണക്ക്. കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ വെക്കുക. അവിടെ ഒരു വിജയ്, ഒരാളോടെ ഇല്ലായിരിക്കുന്നു. രണ്ടാമത് ഇങ്ങോട്ട് മാറിയുന്നു. അടുത്ത ഇനി ആരാ?
ഇങ്ങോട്ട് മാറിക്ക് കഴിഞ്ഞൊരു പോയി നേരെ വെച്ചാ എവിടെ കഴിഞ്ഞു നേരാ അവിടെ കഴിഞ്ഞു ഇനി ആരാ സിമ്പിളാണ് ഇനി കുറച്ചു പേരുള്ളൂ നിന്നോ ഫിനിഷ് 4 പേര് ഔട്ടായി ഫിനിഷ് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പൊ ബാലൻസ് വരികയാണെങ്കിൽ തന്നെ വായിൽ വെക്കുക, തിരിച്ചു തുപ്പ. ഇതായിരുന്നു സ്ട്രാറ്റജി. പിന്നെ തുപ്പാൻ പറ്റില്ലല്ലോ, വായിൽ വെച്ച് സ്വന്തം ഭാര്യക്ക് പറഞ്ഞു കൊടുത്തില്ല. പ്ലീസ് കം ടു ദ സ്റ്റേജ്. കം ഓൺ ഗൈസ്. എന്ത് പറയുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തേല് പിടിക്കാം. മലയാളിയാണോന്റെ ഹൈപ്പൊക്കെ കണ്ടിട്ടില്ല. സ്ട്രീന്ന് ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്. അടുത്തതിൽ ഇനി വേറെ ഗെയിമില്ല. അല്ല, ഇനി എപ്പോഴേലും വേറെ ഗെയിം ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ഷോയ്ക്ക് വരും. അതിൻ്റെ അകത്ത് നമുക്ക് പിടിക്കാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമുണ്ടല്ലേ? ഓക്കെ, ഒന്നും പറയാനില്ല. അവിടെ നമുക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു, ചതിയായിരുന്നു. പറഞ്ഞതില്ല, ചോദിച്ചായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? എന്നും പറയാനില്ല. ഒരു സ്ഥലത്തേക്ക് തന്നെയല്ലേ. ഓ, 2 ഓവറാണ്, കുഴപ്പമില്ല. നമുക്ക് ആ വാശി വേണം, എനിക്ക് ജയിക്കണം എന്നുള്ള വാശിയാണ് നമുക്ക് വേണ്ടത്. വേണ്ട, ഒരു വീട്ടിലേക്കായോണ്ട് കുഴപ്പമില്ല. വളരെ എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം ആണ്. അതല്ലേ? ഓക്കെ, ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡ് കഴിച്ചു. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാ കഴിച്ചു. അവന് വെള്ളം ഡ്രിങ്ക് കിട്ടി. ഓക്കെ, അവൻ സെറ്റ്. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്തത് 36 കണ്ടസ്റ്റൻസിൽ നിന്നാണ്. ഇനി ഇവിടെയുള്ള ബാലൻസ് ഉള്ള കണ്ടസ്റ്റൻസ് 10 പേരാണ്. ഇവരാണ് നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ഓഫ് മലയാളിയാണോ ഗെയിം ഷോ സീസൺ 1. ഈ 10 കണ്ടസ്റ്റൻസിൽ നിന്നും ഒരാളാണ് മലയാളിയാണോ ഗെയിം ഷോയുടെ 1000 പൗണ്ട് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ പോകുന്നത്.